നമ്മുടെ സഞ്ജു 2020 ലോകകപ്പ് ടീമിൽ ഇടം പിടിച്ച ദിവസമാണ്. അപ്പോൾ ഇടം പിടിച്ച സഞ്ജു സാംസണ് അഭിനന്ദന പ്രവാഹമുണ്ട്. സഞ്ജുവിനെ ഒന്നാം വിക്കറ്റ് കീപ്പറാക്കണമെന്നും ആവശ്യമുയരുന്നു. അതേസമയം റിങ്കു സിംഗിനെ ഒഴിവാക്കിയതിൽ പ്രതിഷേധവുമുണ്ട്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത് അനിൽ വാസുദേവാണ്. അനിൽ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ വന്ന ഏറ്റവും സന്തോഷ വാർത്തകളിലൊന്ന് ഈ സഞ്ജു സാംസൺ ടീമിലുണ്ടെന്നാണ്. പക്ഷേ സഞ്ജുവിന്റെ പിതാവ് പറഞ്ഞതുപോലെ തന്നെ റിസർവ് ബെഞ്ചിൽ ഇരുന്ന് പോകുമോ, പ്ലേയിങ് 11-ൽ വരണം എന്നൊരു കാര്യം ആവശ്യപ്പെട്ടു. അതേപോലെ തന്നെ ശുഭ്മാൻ ഗില്ലാട്ടമൊക്കെ കാണാനിരുന്ന് നമുക്ക് അദ്ദേഹം റിസർവിൽ ഇരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ റിങ്കുവിനെ ടീമിൽ ഉൾപ്പെടുത്താത്തത്, KL രാഹുലിനെ ഉൾപ്പെടുത്താത്തതൊക്കെ വിമർശിക്കുന്നവരുമുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഹാഷ്മി. എന്തായാലും സമീപകാലത്ത് ഇന്ത്യൻ സെലക്ടർമാർ വലിയ ചീത്ത കേൾക്കാത്ത ഒരു സെലക്ഷനാണ് ഇതെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം സഞ്ജുവിനെ ഉൾപ്പെടുത്തിയതോടുകൂടി തന്നെ അവർക്ക് കിട്ടേണ്ട പൊങ്കാല ഏറെക്കുറെ ഒഴിവാക്കി കഴിഞ്ഞിരിക്കുന്നു. സഞ്ജുവിനെ ടീമിലെടുക്കാത്തപ്പോഴാണ് സ്ഥിരമായി മലയാളി ആരാധകർ പ്രത്യേകിച്ച് വലിയ രീതിയിൽ പൊങ്കാല ഇടാറുള്ളത്. പക്ഷേ സഞ്ജുവിനെ ഉൾപ്പെടുത്തിയോടുകൂടി ക്രിക്കറ്റ് ലോകം ഒന്നാകെ തന്നെ ഈ സെലക്ഷനെ കൈയടിക്കുന്നതാണ് കാണുന്നത്. 1-2 പിഴവുകൾ ഒഴിച്ച് ഏറെക്കുറെ ഒരു 90-95% സെലക്ഷൻ ഏറ്റവും നല്ല രീതിയിലെന്നാണ് ക്രിക്കറ്റ് ലോകത്ത് മൊത്തം സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് സഞ്ജുവിൻ്റെ കാര്യത്തിൽ മുതിർന്ന താരങ്ങൾ, ആരാധകർ എല്ലാവരും തന്നെ വലിയ സന്തോഷത്തിലാണ്. പ്രത്യേകിച്ച് ഹർഷ ബോഗ്ലെ, കെവിൻ പീറ്റേഴ്സൺ, ഇർഫാൻ പഠാൻ അടക്കമുള്ളവരെല്ലാം തന്നെ ഈ ഒരു സെലക്ഷനെ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് സഞ്ജുവിന് അർഹതപ്പെട്ട അംഗീകാരം എത്തി. അല്പം വൈകിയെങ്കിൽ പോലും സഞ്ജു ഇന്ത്യൻ ടീമിലെത്തിയതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുകയാണ് അവർ. പ്രത്യേകിച്ച് സഞ്ജു ഈ IPL-ൽ വലിയ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. സ്ഥിരതയാർന്ന പ്രകടനമാണ്. ക്യാപ്റ്റൻ എന്ന തരത്തിലും സഞ്ജുവിൻ്റെ പ്രകടനം എടുത്ത് പറയേണ്ടതുണ്ട്. സഞ്ജു ഒരു പക്ഷേ ഈ IPL-ൽ ഒരു കിരീടം നേടട്ടെ എന്ന തരത്തിലൊക്കെ തന്നെ ആരാധകർ ഇപ്പോഴേ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും സഞ്ജുവിൻ്റെ ഈ സെലക്ഷൻ വലിയ രീതിയിൽ കയ്യടി വാങ്ങുകയാണ്. ഒപ്പം തന്നെ ഇപ്പോൾ പല മുതിർന്ന താരങ്ങളും ആവശ്യപ്പെടുന്നത് സഞ്ജുവിനെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ആക്കണമെന്നാണ്. ഇപ്പോൾ ഋഷഭ് പന്തിൻ്റെ പേരുകളാണ് ഒന്നാം വിക്കറ്റ് കീപ്പറുടെ സ്ഥാനത്ത് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ സഞ്ജുവിനെ ഉൾപ്പെടുത്തണം. അത് സഞ്ജുവിൻ്റെ ഇപ്പോഴത്തെ ഫോം പരിശോധിക്കുകയാണെങ്കിൽ സഞ്ജുവിന് ഒരേ ആദ്യ ബോൾ മുതൽ തന്നെ 6 അടിച്ച് തകർക്കാനുള്ള ഒരു കഴിവുണ്ട്. ഋഷഭ് പന്തിനെ പോലെ സെറ്റായതിനു ശേഷം പിന്നീട് കത്തിക്കയറുന്ന ശൈലിയല്ല സഞ്ജുവിൻ്റേത്. അപ്പോൾ സഞ്ജുവിനെ ഏതൊരു ഓർഡറിലും, അതായത് 1 തൊട്ട് 7 വരെയുള്ള ഏത് പൊസിഷനിൽ ഇറങ്ങിയാൽ പോലും സഞ്ജു കളിക്കും. അതുകൊണ്ട് സഞ്ജു തന്നെ ഒന്നാം വിക്കറ്റ് കീപ്പർ ആവണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. പക്ഷേ ഈ സെലക്ഷൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു വിമർശനം ഉയരുന്നത് റിങ്കു സിംഗിനെ തഴഞ്ഞതിനെ കുറിച്ച് മാത്രമാണ്. ക്രിസ്റ്റീന സൂചിപ്പിച്ചു ഗില്ലിനെ ഒഴിവാക്കിയത്, അല്ലെങ്കിൽ KL രാഹുലിനെ ഒഴിവാക്കിയത് എന്നുള്ളത്. ഗില്ലിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേകിച്ച് നമുക്ക് അത്ഭുതങ്ങളൊന്നുമില്ല. കാരണം യശസ്വി ജയ്സ്വാളോ ഗില്ലോ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് എന്നുള്ളതായിരുന്നു ഒരു ചോദ്യം ഉണ്ടായിരുന്നത്. വിരാട് കോഹ്ലിയെ ഒരുപക്ഷെ ഓപ്പണിങ്ങിലേക്ക് പരിഗണിച്ചേക്കും എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്നിലധികം ഓപ്പണേഴ്സ് എന്നുള്ളത് ഒരുപക്ഷെ തിരിച്ചടിയാണ്. അതുകൊണ്ടാണ് ഗില്ലിന് അവസരം നഷ്ടമായത്. പക്ഷേ ഗില്ല് ഇപ്പോഴും റിസർവ് താരങ്ങളുടെ കൂട്ടത്തിലുണ്ട്. KL രാഹുലിൻ്റെ കാര്യമാണ് മറ്റൊന്ന് ചോദിച്ചത്. KL രാഹുലിനാകട്ടെ ഈ വലിയ രീതിയിൽ ഒരു 2020 ശൈലിയിൽ ഒരുപക്ഷെ തകർത്തടിച്ച് കളിക്കാനുള്ള ഒരു പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് അടക്കം വിമർശനമായിരുന്നു. പക്ഷേ റിങ്കു സിംഗിൻ്റെ കാര്യത്തിൽ വസ്തുതകളുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് സമീപകാലത്തെ MS ധോണിക്ക് ശേഷം ഇന്ത്യ കണ്ട ഒരു മികച്ച ഫിനിഷർ എന്ന തരത്തിൽ വാഴ്ത്തിപ്പാടുകയായിരുന്നു റിങ്കു സിംഗിനെ. ഏറ്റവും ഒടുവിൽ നടന്ന പരമ്പരയിൽ പോലും ഇന്ത്യ 22 റൺസിന് 4 വിക്കറ്റ് നഷ്ടമായി ഒരു പതറിയ ഘട്ടത്തിൽ അദ്ദേഹം 33 പന്തിൽ 69 റൺസ് എടുത്ത ഇന്നിങ്സ് എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ ഒരു ഇന്ത്യ കാത്തിരുന്ന് കിട്ടിയ ഒരു ഫിനിഷറെ ഇന്ത്യ നഷ്ടപ്പെടുത്തി എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ഹാർദിക് പാണ്ഡ്യ ആകട്ടെ, ഋഷഭ് പന്ത് ആകട്ടെ, ജഡേജ ആവട്ടെ, അവരുടെ ബാറ്റിംഗ് ഫോം അത്ര കണ്ട് മികച്ചതല്ല. IPL-ലെ ചില പ്രകടനങ്ങൾ ഒഴിച്ച് നിർത്തിയാൽ പോലും ഋഷഭ് പന്തിനെ അങ്ങനെ ഒരു ക്വാളിറ്റി ബാറ്റർ, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഏറ്റവും മുതൽക്കൂട്ടാവുന്ന ബാറ്റർ എന്ന തരത്തിൽ ഇപ്പോഴും പറയാറായിട്ടില്ല. അങ്ങനെ ആ ഒരു ഇന്ത്യക്ക് കിട്ടേണ്ട ഒരു അഡ്വാൻറ്റേജ്, ഫിനിഷിങ്ങിൽ കിട്ടേണ്ട അഡ്വാൻറ്റേജ് റിങ്കുവിനെ ഒഴിവാക്കിയതിലൂടെ നഷ്ടമാകുമെന്നാണ് കരുതുന്നത്. IPL-ന്റെ ഈ ലോകകപ്പിലെ ടീമിനെ ഈ ഫൈനലൈസ് ചെയ്യുന്ന ഒരു അന്തിമ 11 കൊടുക്കേണ്ട ഒരു മാറ്റങ്ങൾ വരുത്തേണ്ട ഒരു ഡേറ്റ് 25 അതിനകം ചില മാറ്റങ്ങൾ ഒരുപക്ഷെ ഉണ്ടാവും. റിങ്കുവിന് ഇനിയും അവസരമുണ്ടെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. ക്രിസ്റ്റീന, ഹാഷ്മി. ശരി, എന്തായാലും IPL പറഞ്ഞു IPL വായെന്ന് പോകുന്നില്ല. എന്തായാലും മുംബൈയുടെ തോൽവിയെ പറ്റി ചോദിക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് ചോദിക്കുന്നില്ല. അത് ഒരു രസകരമായ കാര്യം, ഇന്ത്യയുടെ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും നേരത്തെ ലോകകപ്പിന് പോകേണ്ടത് കാരണം പ്ലേ ഓഫിൽ നിന്ന് കുറച്ച് നേരത്തെ ഔട്ടായാലും കുഴപ്പമില്ല എന്ന തരത്തിലാണ് മുംബൈ ആരാധകർ പറയുന്നത്. അതിനൊപ്പം തന്നെയാണ് ഇന്ത്യക്കൊപ്പം, മുംബൈ ഇന്ത്യൻസിനൊപ്പം എന്നേക്കാൾ കൂടുതൽ ഇന്ത്യക്കൊപ്പം. അപ്പോൾ എന്തായാലും സഞ്ജു സാംസൺ റിസർവിൽ ഇരിക്കാതെ കളിക്കാൻ ഇറങ്ങട്ടെ, പരമാവധി സ്കോർ ചെയ്യട്ടെ. അപ്പോൾ സഞ്ജു സാംസൺ എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അറിയിക്കുകയാണ് ഈ തൊഴിലാളി ദിനത്തിൽ.